പെയിൻ എടുക്കും. ക്ലിയർ അല്ലേ? ശരി, ഇവിടെ അങ്ങനെ ഇല്ല. രോഗം വന്നാൽ നമുക്ക് ശരിക്കും കൈ കിട്ടും. അത് തല കുലുക്കുന്നേ. തല കുലുക്കുന്നത് തലവേദനയോടാണോ കുലുക്കാത്തത്? എനിക്ക് പണ്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, തല കുലുക്കില്ല. അപ്പൊ തലവേദന ഉള്ളൊരു കുലുക്കട്ട, അവർക്കുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ്. പുതിയ ജനറേഷൻ പിള്ളേർ വന്നിട്ടുണ്ട്, അവർക്ക് അറിയില്ല ഹെൽത്ത് ഇഷ്യൂസിന്റെ വാല്യൂ എന്താണ്. അച്ഛനായിട്ടുള്ള ആൾക്കാരെ അച്ഛൻ പള്ളിയിലച്ഛനല്ല, വീട്ടിലച്ഛൻ, കുട്ടികളുള്ള ആൾക്കാർ അല്ലെ. കല്യാണത്തിന് മുൻപുള്ള നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ചെറിയ ചെറിയ പ്രായത്തോടെ ഈ ചെറിയ പയ്യന്മാരെ പോലെയൊക്കെ നമ്മൾ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് നമുക്ക് രോഗം ആദ്യം വന്ന വല്ല പെയിനുണ്ടോ? നമ്മളപ്പോഴും ആശുപത്രി കൊണ്ടേക്ക് കളിക്കാൻ പറ്റും അല്ലെ, വലിയ പെയിൻ ഇല്ല. പക്ഷെ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവർ ആശുപത്രിയിലായ നമുക്ക് എങ്ങനെയാണ് കളിക്കാൻ പോകാൻ പറ്റും? പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചിമാര് ചേട്ടന്മാരും ഉണ്ടാവില്ല, അങ്ങനെ വീട്ടിൽ പോകില്ല. ഇനി ഇൻ കേസ് നമ്മൾ വേറെ ഏതെങ്കിലും ജോലി സ്ഥലത്താണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും? നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ മൈൻഡിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണത് ഹെൽത്ത്. രണ്ടാമത്തെ സാധനം എന്താ? കല്യാണം കഴിഞ്ഞാൽ നടക്കുന്ന മറ്റൊരു അപകടമാണെന്ന്. കല്യാണത്തിന്റെ പ്രശ്നമല്ലാതെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാൻ തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമാണെന്ന് പറയും. ശരിയാണോ? എന്താ കാരണം? വിവാഹത്തിന് മുമ്പ് നമുക്ക് ജ്യൂസ് മേടിച്ചു കുടിക്കുക, സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ബൈക്ക് എടുക്കുക, അതിന് പെട്രോൾ 50 രൂപയ്ക്ക് അടിക്കുക, ഇതൊക്കെ നമുക്ക് വലിയ വലിയ ചാർജസ് ആയിട്ട് വരുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയാണോ? 50 രൂപയുടെ പെട്രോളിന് അതിനോട് ഒരു പുതിയ ഇത് നിങ്ങൾക്കുള്ളതാണ്. ചേട്ടന്മാർക്ക് അറിയാം അല്ലെ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ബൈക്കിൽ പെട്രോളിന് അളവ് കൂടും, വണ്ടി ഓടുന്ന ദൂരം കൂടും, വണ്ടിയുടെ രീതി, ടയറുകളുടെ എണ്ണം മാറും അല്ലെ? എല്ലാ സാധനവും മാറും. വീട്ടിലേക്ക് പതുക്കെ പതുക്കെ വാഷിംഗ് മെഷീൻ മേടിക്കേണ്ടി വരും, വീട് വെക്കേണ്ടി വരും, അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. ഇതൊക്കെ നമ്മളെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവ് കൂടും. കെമിസ്ട്രി പഠിപ്പിച്ചു, ഫിസിക്സ് പഠിപ്പിച്ചു, ഇത് എന്തെങ്കിലും വെച്ചിട്ട് ഭാര്യനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടോ? ഇല്ല. ബയോളജി വെച്ചിട്ട് ഭാര്യനെ കൺട്രോളിൽ, ഭർത്താക്കന്മാരെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ശരിക്കുള്ള ബയോളജി എന്താണ്? ഹിസ്റ്ററി എന്താ പഠിക്കുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി പഠിച്ചു. കുടുംബം എങ്ങനെ കൊണ്ടുപോകാനുള്ള ഹിസ്റ്ററി ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് ഹെൽത്തും, രണ്ടും. അതിനകത്ത് ഒന്നാമത്തെ വിഷയത്തിലേക്ക് പറയാണ് ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം. എങ്ങനെയാണ് ഫിനാൻസിംഗ് ഇവിടെ വെച്ചാൽ 1960 ജസ്റ്റ് കണക്കാണ്, ചരിത്രം നമ്മൾ പഠിക്കണം. 1960 ഒരു ഫാമിലിക്ക് വേണ്ടി വന്നിരുന്നത് 100 രൂപയായിരുന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് 80കളായപ്പോ 1000 രൂപയിലേക്ക് കൂടി. ശ്രദ്ധിക്കണം, 20 വർഷം കഴിഞ്ഞപ്പോ ഒരു 0 കൂടി. മൂന്നാമത്തെ വരുന്നത് 2000ലേക്ക് വന്നപ്പോൾ അത് 10000 രൂപയായിട്ട് മാറി. അപ്പോഴും 20 വർഷം കഴിഞ്ഞു. വീണ്ടും 20 വർഷം കഴിഞ്ഞു 2020 1 ലക്ഷം രൂപയായിട്ട് മാറി. 1 ലക്ഷം രൂപയായിട്ട് മാറി. ഇങ്ങനെ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഓരോ 20 വർഷം കഴിയുമ്പോഴും 0 കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 2040ലേക്ക് വരുമ്പോൾ ഇത് എത്രയാവാൻ സാധ്യതയെന്ന് നിരത്തി പിടിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടുണ്ട്. ഇത് ആർക്കുള്ളതാണ്? 40 വയസ്സ് തുടങ്ങിയുള്ള ആളുകൾക്കുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എന്താ? നിങ്ങളുടെ 60ാമത്തെ വയസ്സിൽ ഈ 0 കാണേണ്ടി വരാൻ സാധ്യതയുണ്ട്. ശരിയാണോ തെറ്റാണോ? ആ 0 കാണാനുള്ള ശേഷി ഉണ്ടോ എന്ന് മനസ്സിലോട് ചോദിച്ചു. എങ്ങാനും ആ 0 വീണാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എന്റെ ലൈഫ് എന്തായിരിക്കും? ഭയങ്കര ദേഷ്യം. ഇതൊന്നും സംഭവിക്കില്ല എന്ന് വെച്ചിട്ടിരിക്കണേ. 1960കളിൽ 0 വന്നപ്പോ 1940കളിലെ ആളുകൾ വിശ്വസിച്ചിട്ടില്ല ഈ 0 വരുന്നത്. അന്ന് 10 രൂപ തീരുന്നു. 80കളിൽ വന്നപ്പോ 1000 രൂപ പറഞ്ഞപ്പോ 1960കളിലെ ആളുകൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ 80കളിൽ സംഭവിച്ചു. അത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞാൽ. അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോ ഈ 3 കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 1985 to 2005, 2020, 2025, 2021, 2045 അങ്ങനെ 3 കാലഘട്ടങ്ങൾ, 20 വർഷം വെച്ചിട്ടുള്ള 3 കാലഘട്ടങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 2005 നമ്മളുടെ മിൽക്കിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയുള്ളൂ. 1 ലിറ്റർ മിൽക്കിന്റെ വില 20 രൂപയുള്ളൂ. പക്ഷെ അത് 2005, 2020 70 രൂപയിലേക്ക് മാറി. നോർമൽ മിൽക്ക് ആണ്. ഇപ്പൊ മിൽക്ക് തന്നെ 3-4 തരമുണ്ട്. ഓർഗാനിക് മിൽക്കിന്റെ വില എന്ന് പറയുന്നത് ലിറ്ററിന് 150 രൂപ, 200 രൂപയ്ക്കാണ് വില. മനസ്സിലാവുന്നത്? അപ്പൊ എല്ലാത്തിന്റെ പ്രൈസ് മാറി. ഗോൾഡിന്റെ പ്രൈസ് 2005 കണക്ക് നോക്കുമ്പോൾ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. 6180 രൂപയുടെ സാധനം ഇന്ന് 1,08,490 രൂപയാണ് ഞാൻ കണക്കെടുക്കുമ്പോൾ. കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ട്? എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? കൂടിയേക്കാണ്. കൺസ്ട്രക്ഷൻ മേഖല നമ്മൾ നോക്കിയാൽ 400, 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന സാധനം